ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആദ്യം നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. இவனை கொல்ல வேண்டாம், புரோட்டீனுக்காக இவனை கொல்ல வேண்டாம். 100 கிராம் சோயா சங்க்ஸ்ல 54 கிராம் புரோட்டீன் இருக்குது. 100 கிராம் ராஜ்மால 24 கிராம் புரோட்டீன் இருக்குது. 100 கிராம் வேர்க்கடலையில 24 கிராம் புரோட்டீன் இருக்குது. 100 கிராம் கொண்டக்கடலையில 19 கிராம் புரோட்டீன் இருக்குது. 100 கிராம் உளுந்தம்பருப்புல 25 கிராம் புரோட்டீன் இருக்குது. 100 கிராம் தோரம்பருப்புல 22 கிராம் புரோட்டீன் இருக்குது. 100 கிராம் கோதுமையில 12 கிராம் புரோட்டீன் இருக்குது. 100 கிராம் ஓட்ஸ்ல 16 கிராம் புரோட்டீன் இருக்குது. தாவரம் சார்ந்த புரோட்டீன் சோர்சஸ் இவ்வளோதான் நினைச்சிடாதீங்க, இன்னும் எவ்வளவோ இருக்குது. அதனால ப்ளீஸ் புரோட்டீனுக்காக யாரையுமே கொல்ல വേണ്ടാം. ഈയിടെയായി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനുകളെ കുറിച്ച് ധാരാളം ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട്. ചില സോഴ്സസുകൾ പോലും ട്രഡീഷണൽ ആനിമൽ സോഴ്സസ് ആയ ചിക്കൻ, മട്ടൺ, ബീഫ് എന്നിവയേക്കാൾ കൂടുതൽ പ്രോട്ടീൻ നൽകാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നു. വളരെയധികം വൈരുദ്ധ്യമുള്ള വിവരങ്ങൾ ഉള്ളതിനാൽ ഇറ്റ്സ് ഈസി ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനുകൾ ശരിക്കും മീറ്റിനേക്കാൾ ഫലപ്രദമാണോ, അതോ അതിലും മികച്ചതാണോ, അതോ ഇത് മാർക്കറ്റിംഗ് വഴിയുള്ള മറ്റൊരു പ്രവണതയാണോ? In this video, we explore the science behind plant and animal proteins to see how they compare. അവയുടെ പ്രോട്ടീൻ ക്വാളിറ്റി, ഡൈജസ്റ്റബിലിറ്റി, അമിനോ ആസിഡ് പ്രൊഫൈൽസ്, മസിൽ ഗ്രോത്ത്, ഓവറോൾ ഹെൽത്ത്, സസ്റ്റൈനബിലിറ്റി എന്നിവയെ അവ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ട്. അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റിന് നിങ്ങൾക്ക് വ്യക്തവും സയൻറ്റിഫിക്കലുമായ ഉത്തരം ലഭിക്കും. ഏത് പ്രോട്ടീൻ സോഴ്സ് യഥാർത്ഥത്തിൽ മികച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മസിൽ ഗ്രോത്ത് ആൻഡ് റിപ്പയർ, അതിൻ്റെ പങ്കിനെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് അതിനേക്കാൾ വളരെ കൂടുതലാണ്. പ്രോട്ടീൻ എൻസൈമുകൾ, ഹോർമോണുകൾ, കൂടുതൽ ഡിഫെൻസീവ് ആക്ടിവിറ്റീസിൻ്റെ അടിത്തറയാണ്. നോട്ട് ഓൾ പ്രോട്ടീൻ സോഴ്സസ് ഓഫർ ദ സെയിം ക്വാളിറ്റി ആൻഡ് ബെനഫിറ്റ്സ്. ഒരു പ്രോട്ടീൻ സോഴ്സിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന രണ്ട് വലിയ കമ്പോണൻസ് ആണ് അതിൻ്റെ ഡെൻസിറ്റി. 1 ഗ്രാം ഭക്ഷണത്തിന് എത്ര പ്രോട്ടീൻ നൽകുന്നു, അതിൻ്റെ അമിനോ ആസിഡ് പ്രൊഫൈൽ, അത് നമ്മുടെ ശരീരത്തിന് എത്ര കാര്യക്ഷമമായി ഉപയോഗിക്കാമെന്ന് നിർണ്ണയിക്കുന്നു. ചിക്കൻ, ബീഫ്, മട്ടൺ തുടങ്ങിയ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീനുകൾ സ്വാഭാവികമായും പ്രോട്ടീൻ കണ്ട് സമ്പുഷ്ടമാണ്. 100 ഗ്രാം സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം 27 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും മെലിഞ്ഞതും കാര്യക്ഷമമായ ഉറവിടങ്ങളിൽ ഒന്നാണ്. മെലിഞ്ഞ ബീഫിൽ 100 ഗ്രാമിന് 25 to 26 ഗ്രാം എന്ന തോതിൽ നൽകുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയതാണ്. ഫാറ്റ് കൂടുതലുള്ള മട്ടൺ 100 ഗ്രാമിന് 25 ഗ്രാം പ്രോട്ടീൻ നൽകുന്നുണ്ട്. ഈ മൂല്യങ്ങൾ വലിയ അളവിൽ ഭക്ഷണം കഴിക്കാതെ തന്നെ ദൈനംദിന പ്രോട്ടീൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആനിമൽ പ്രോട്ടീനുകളെ അവിശ്വസനീയമായ വിധം കാര്യക്ഷമമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണങ്ങളുമായി താരതമ്യം ചെയ്യാം. വേവിച്ച പയറുകളിൽ 100 ഗ്രാമിൽ 9 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ നോക്കുകയാണെങ്കിൽ 8 to 9 ഗ്രാം നൽകുന്നു. സംസ്കരിച്ച സോയ ഉൽപ്പന്നമായ ടോഫു 100 ഗ്രാമിന് ഏകദേശം 8 ഗ്രാം നൽകുന്നുണ്ട്. കൂടാതെ പ്രോട്ടീൻ ഉള്ളടക്കത്തെക്കുറിച്ച് പലപ്പോഴും പ്രശംസിക്കപ്പെടുന്ന ധാന്യമായ കിനോവ പാകം ചെയ്യുമ്പോൾ 100 ഗ്രാമിന് 4 ഗ്രാം മാത്രമാണ് നൽകുന്നത്. ഇവ മികച്ച സസ്യാധിഷ്ഠിത പ്രോട്ടീൻ ഭക്ഷണങ്ങളാണെങ്കിലും മാംസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ ഡെൻസിറ്റിയിൽ വളരെ കുറവാണ്. 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ പ്രോട്ടീനുമായി പൊരുത്തപ്പെടുന്നതിന് ഒരാൾ ഏകദേശം 300 ഗ്രാം വേവിച്ച പയറോ 400 ഗ്രാമിൽ കൂടുതൽ കിനോവയോ കഴിക്കണം. ഇത് കൂടുതൽ ഭക്ഷണം മാത്രമല്ല, കാർബോഹൈഡ്രേറ്റുകളും ഫൈബേഴ്സ് കൂടുതലായി കഴിക്കുന്നു. ഇത് ചില ആളുകൾക്ക് അവരുടെ പ്രോട്ടീൻ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടാക്കിയേക്കാം. പ്രോട്ടീൻ്റെ ഗുണനിലവാരത്തിൻ്റെ മറ്റൊരു പ്രധാന കമ്പോണൻ്റാണ് അമിനോ ആസിഡിൻ്റെ ഘടനയാണ്. പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളാൽ നിർമ്മിതമാണ്. കൂടാതെ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത 9 അവശ്യ വസ്തുക്കളുണ്ട്. ആനിമൽ പ്രോട്ടീനുകൾ പൂർണ്ണമായത് ആയി കണക്കാക്കപ്പെടുന്നു, കാരണം അവയിൽ 9 അവശ്യ അമിനോ ആസിഡുകളും മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി അടുത്ത് നിയോജിക്കുന്ന അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്നു. മസിൽ റിപ്പയർ, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, അതർ ഫിസിക്കൽ പ്രോസസ്സ് എന്നിവയ്ക്കായി ശരീരത്തിന് അവയെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം. മറുവശത്ത് സസ്യ പ്രോട്ടീനുകൾ പലപ്പോഴും അപൂർണമാണ്, അതായത് അവയ്ക്ക് ഒന്നോ അതിലധികമോ അവശ്യ അമിനോ ആസിഡുകൾ ഇല്ലായിരിക്കാം. ഫോർ എക്സാമ്പിൾ പയർ, ചെറുപയർ എന്നിവയിൽ മീത്തിയോണിൻ കുറവാണ്. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളിൽ ലൈസിനില്ല. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനുകൾ ഫലപ്രദമല്ലെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ പ്ലാന്റ് സോഴ്സസ് മാത്രം ആശ്രയിക്കുന്നവർ പൂർണ്ണമായോ അമിനോ ആസിഡുകൾ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ദിവസം മുഴുവൻ വ്യത്യസ്ത തരം പ്രോട്ടീനുകൾ സംയോജിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിനർത്ഥം. പ്രോട്ടീൻ ഗുണനിലവാരത്തിലും ദഹനക്ഷമതയിലും ഈ വ്യത്യാസങ്ങൾ സയൻറ്റിഫിക് റിസർച്ച് പിന്തുണയ്ക്കുന്നുണ്ട്. പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ പ്രോട്ടീൻ്റെ ക്വാളിറ്റി വിലയിരുത്തുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്.
ഒരു പ്രോട്ടീൻ സോഴ്സിൻ്റെ അമിനോ ആസിഡിൻ്റെ ഘടനയും ശരീരത്തിന് എത്ര നന്നായി ദഹിപ്പിക്കാനും അബ്സോർബ് ചെയ്യാനും കഴിയുമെന്ന് ഇത് അളക്കുന്നുണ്ട്. മുട്ട, മിൽക്ക് പ്രൊഡക്ട്സ്, മാംസം തുടങ്ങിയ ആനിമൽ പ്രോട്ടീനുകൾ 1.0 അടുത്താണ്. സാധ്യമായ ഏറ്റവും ഉയർന്ന മൂല്യം, അതായത് അവ ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ഒപ്റ്റിമൽ അളവിൽ നൽകുന്നുണ്ട്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനുകൾക്ക് പൊതുവെ സ്കോറുകൾ കുറവാണ്. ഉദാഹരണത്തിന് ഗോതമ്പ് പ്രോട്ടീൻ ഏകദേശം 0.42 PDCAS ഉണ്ട്. അതേസമയം പയറും ചെറുപയറും 0.6നും 0.7നും ഇടയിൽ സ്കോർ ചെയ്യുന്നു. ഇത് കുറഞ്ഞ ഡൈജസ്റ്റബിലിറ്റിയും അമിനോ ആസിഡ് ബാലൻസും സൂചിപ്പിക്കുന്നുണ്ട്. PDCASനേക്കാൾ കൂടുതൽ കൃത്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഡൈജസ്റ്റബിൾ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ് സ്കോറാണ് മറ്റൊരു ഉപയോഗപ്രദമായ മെട്രിക്. ആനിമൽ പ്രോട്ടീനുകൾ DIASലെ സസ്യ പ്രോട്ടീനുകൾ സ്ഥിരമായി മറികടക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് അവയുടെ ഉയർന്ന ജൈവ ലഭ്യതയും ശരീരത്തിൻ്റെ ഉപയോഗക്ഷമതയും കൂടുതൽ സ്ഥിരീകരിക്കുന്നു. നന്നായി പ്ലാനിങ് ചെയ്ത പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ഇപ്പോഴും മതിയായ പ്രോട്ടീൻ നൽകാൻ കഴിയും. എന്നാൽ ഭക്ഷണ കോമ്പിനേഷനുകളിലും മൊത്തം കഴിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ ലഭിക്കാൻ മാംസം എളുപ്പവും കാര്യക്ഷമമായ മാർഗം പ്രദാനം ചെയ്യുമെങ്കിലും പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുന്നവർ പലപ്പോഴും വലിയ അളവിൽ ഭക്ഷണം കഴിക്കുകയും ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും പോലുള്ള വിവിധ സ്രോതസ്സുകൾ കലർത്തുകയും ചെയ്യും. അവസാനം മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പ്രോട്ടീനുകൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ്, ഫുഡ് പ്രിഫറൻസസ്, ഹെൽത്ത് ഗോൾസ് എന്നിവയിലേക്ക് വരുന്നുണ്ട്. പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് നിറവേറ്റുന്നതിനുള്ള എഫിഷ്യൻസി പ്രധാന ആശങ്കയിൽ മൃഗങ്ങളുടെ ഉറവിടങ്ങൾ മികച്ചതാണ്. ബട്ട് വിത്ത് കെയർഫുൾ പ്ലാനിംഗ് ഫോർ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്സ് ആവശ്യമായ പ്രോട്ടീൻ നൽകാൻ കഴിയും. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തികളെ അവരുടെ പേഴ്സണൽ നീഡ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അടിസ്ഥാനമാക്കി അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കുന്നുണ്ട്. When it comes to muscle growth and athletic performance, protein quality plays a critical role. പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളാൽ നിർമ്മിതമാണ്, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മസിൽ ടിഷ്യൂ. എല്ലാ പ്രോട്ടീനുകളും പേശികളുടെ സമന്വയത്തിന് സംഭാവന നൽകുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ തരം നിങ്ങളുടെ ശരീരം എത്ര കാര്യക്ഷമമായി മസിൽസിനെ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നു എന്നതിനെ സ്വാധീനിക്കും. മാംസം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന ആനിമൽ പ്രോട്ടീനുകൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനുകളെ അപേക്ഷിച്ച് പേശികളുടെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് സ്ഥിരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ദിസ് ഈസ് പ്രൈമലി ഡ്യൂ ടു ദിയർ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ ആൻഡ് ഹൈ ഡൈജസ്റ്റബിലിറ്റി. മനുഷ്യ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത 9 ആവശ്യ അമിനോ ആസിഡുകൾ ആവശ്യമാണ്. ആനിമൽ പ്രോട്ടീനുകളിൽ സ്വാഭാവികമായും ഇവയെല്ലാം ഒപ്റ്റിമൽ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ മിക്ക സസ്യ പ്രോട്ടീനുകളിലും ഒന്നോ അതിലധികമോ ആവശ്യ അമിനോ ആസിഡുകൾ ഇല്ല. മസിൽ പ്രോട്ടീൻ സിന്തസിസ് പ്രധാന ഘടകങ്ങളിലൊന്നാണ് അമിനോ ആസിഡ് ല്യൂസിൻ. മസിൽ പ്രോട്ടീൻ സമനത്തിനുള്ള പ്രധാന നിയന്ത്രണ സംവിധാനമാണ് MTR പാത്വേ സജീവമാക്കുന്നതിലൂടെ പേശികളുടെ വളർച്ചയ്ക്ക് ഒരു ട്രിഗറായി ല്യൂസിൻ പ്രവർത്തിക്കുന്നുണ്ട്. സോയ അല്ലെങ്കിൽ കടല പ്രോട്ടീൻ പോലുള്ള സസ്യ പ്രോട്ടീനുകളെ അപേക്ഷിച്ച് മൃഗ പ്രോട്ടീനുകൾ, പ്രത്യേകിച്ച് വേ പ്രോട്ടീനിൽ ഹൈ ല്യൂസിൻ കണ്ടന്റ് ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഉയർന്ന ല്യൂസിൻ സാന്ദ്രതയും വേഗത്തിലുള്ള ദഹന നിരക്കും കാരണം വേ പ്രോട്ടീൻ സോയ പ്രോട്ടീനേക്കാൾ ഫലപ്രദമായി പേശികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തി. അനദർ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ആനിമൽ പ്രോട്ടീൻ ഈസ് ഇറ്റ്സ് ബയോ അവൈലബിലിറ്റി. ഒരു പ്രത്യേക പ്രോട്ടീൻ ശരീരത്തിന് എത്ര നന്നായി ആഗിരണം ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുമെന്നതിനെയാണ് ജൈവ ലഭ്യത സൂചിപ്പിക്കുന്നത്. ആനിമൽ പ്രോട്ടീനുകൾക്ക് സാധാരണയായി ഉയർന്ന ഡൈജസ്റ്റബിൾ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ് സ്കോർ ഉണ്ട്. ഇത് പ്രോട്ടീൻ്റെ ഗുണനിലവാരം അളക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന ഒരു മെട്രിക്കാണ്. ദ ബ്രിട്ടീഷ് ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച 2013 ഒരു പഠനമനുസരിച്ച് ബീഫ്, പാലുൽപ്പന്നങ്ങൾ, മുട്ട എന്നിവയിൽ നിന്നുള്ള പ്രോട്ടീനുകൾക്ക് സസ്യ പ്രോട്ടീനുകളെ അപേക്ഷിച്ച് ഉയർന്ന DIAS മൂല്യങ്ങളാണുള്ളത്. അതായത് ഓരോ ഗ്രാമിനും കൂടുതൽ ഉപയോഗമായ പ്രോട്ടീൻ അവർ നൽകുന്നു. പ്ലാന്റ് പ്രോട്ടീൻസ് ക്യാൻ സ്റ്റിൽ സപ്പോർട്ട് മസിൽ ഗ്രോത്ത് ബട്ട് ദേ റിക്വയർ സ്ട്രാറ്റജിക് കൺസപ്ഷൻ. മിക്ക സസ്യ പ്രോട്ടീനുകളും അപൂർണമായതിനാൽ അവയ്ക്കൊന്നോ അതിലധികമോ ആവശ്യ അമിനോ ആസിഡുകൾ ഇല്ലെന്നർത്ഥം. ദേ ഷുഡ് ബി കമ്പൈൻഡ് ടു ഫോം എ കംപ്ലീറ്റ് പ്രോട്ടീൻ പ്രൊഫൈൽ. ഫോർ എക്സാമ്പിൾ, അരിയും ബീൻസും ചേർന്ന് എല്ലാ ആവശ്യ അമിനോ ആസിഡുകളും നൽകുന്നു. എന്നിരുന്നാലും സംയോജിപ്പിച്ചാലും മൃഗ പ്രോട്ടീനുകളെ അപേക്ഷിച്ച് സസ്യ പ്രോട്ടീനുകൾക്ക് ല്യൂസിനുള്ള ഉള്ളടക്കവും ദഹനക്ഷമതയും കുറവാണ്. ദി ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ 2017 നടത്തിയ ഒരു പഠനം ഗോതമ്പ് പ്രോട്ടീനെ വേ പ്രോട്ടീനുമായി താരതമ്യം ചെയ്തു. കൂടാതെ വേ കഴിക്കുന്നവർക്ക് മസിൽ പ്രോട്ടീൻ സിന്തസിസ് നിരക്ക് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. ആനിമൽ പ്രോട്ടീൻ്റെ പേശി നിർമ്മാണ ഫലങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് സസ്യ പ്രോട്ടീനുകൾക്ക് ഏകദേശം 20 മുതൽ 30% കൂടുതൽ ഉപഭോഗം ആവശ്യമാണെന്ന് പഠനം നിഗമനം ചെയ്തു. പ്ലാന്റ് പ്രോട്ടീനുകളിൽ ആൻറ്റി ന്യൂട്രിയൻറ്റുകളുടെ സാന്നിധ്യമാണ് മറ്റൊരു പരിഗണന. ചില സസ്യാധിഷ്ഠിത പ്രോട്ടീൻ സോഴ്സുകളിൽ ഫൈറ്റേറ്റ്സ്, ലെക്റ്റിൻസ് തുടങ്ങിയ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. This can interfere with the absorption of essential nutrients such as iron and zinc. ഇത് വീണ്ടെടുക്കലിനെയും പ്രകടനത്തെയും ബാധിക്കും, പ്രത്യേകിച്ച് പേശികളുടെ അറ്റകുറ്റപ്പണികൾക്കും എനർജി മെറ്റബോളിസം, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ ആവശ്യമുള്ള അത്ലറ്റുകൾക്ക്.
മൃഗപ്രോട്ടീൻ സാധാരണയായി പേശികളുടെ നിർമ്മാണത്തിന് കൂടുതൽ കാര്യക്ഷമമാണെങ്കിലും ശരിയായ കൈകാര്യം ചെയ്താൽ പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണക്രമം ഇപ്പോഴും ഫലപ്രദമാകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സസ്യാഹാരം കഴിക്കുന്ന കായിക താരങ്ങളും ബോഡി ബിൽഡർമാരും അധിക ല്യൂസിൻ കൊണ്ട് സമ്പുഷ്ടമായ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് പൊടികൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അമിനോ ആസിഡ് ബാലൻസ് മെച്ചപ്പെടുത്താൻ കടല, അരി, പ്രോട്ടീൻ മുതലുള്ള മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നു. കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ, ഹൈ ല്യൂസിൻ കണ്ടന്റ്, ഇംപ്രൂവ് ഡൈജസ്റ്റബിലിറ്റി ആൻഡ് ബയോ അവൈലബിലിറ്റി എന്നിവ കാരണം പേശികളുടെ വളർച്ചയ്ക്ക് മൃഗപ്രോട്ടീൻ്റെ മികവിന് ശാസ്ത്രീയ തെളിവുകൾ ശക്തമായി പിന്തുണയ്ക്കുന്നു. സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെ സസ്യ പ്രോട്ടീനുകൾ ഇപ്പോഴും ഫലപ്രദമാണെങ്കിലും മൃഗപ്രോട്ടീനുകളുടെ മസിൽ ബിൽഡിംഗ് എഫിഷ്യൻസി പൊരുത്തപ്പെടുന്നതിന് അവയ്ക്ക് സാധാരണയായി ഹൈ കൺസംഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഇൻ്റഗ്രേഷൻ ആവശ്യമാണ്. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്സ് ആർ ഹൈ ഇൻ ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ലോ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവ പോലുള്ള വിലയേറിയ ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവ മാംസത്തേക്കാൾ കൂടുതൽ പ്രോട്ടീൻ നൽകുന്നു എന്ന അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രോട്ടീൻ കോൺസെൻട്രേഷൻ, അമിനോ ആസിഡ് പ്രൊഫൈൽ, ഡൈജസ്റ്റബിലിറ്റി ആൻഡ് ഓവറോൾ മസിൽ ബിൽഡിംഗ് പൊട്ടൻഷ്യൽ എന്നിവ പരിശോധിക്കുമ്പോൾ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീനുകൾ മികച്ച തിരഞ്ഞെടുപ്പായി തുടരും. ഒപ്റ്റിമൈസിംഗ് മസിൽ ഗ്രോത്ത്, അത്ലറ്റിക് പെർഫോമൻസ് ഓർ പ്രോട്ടീൻ ഇൻടേക്കിംഗ് ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് മാംസം, മുട്ട, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മൃഗ പ്രോട്ടീനുകൾ ആവശ്യ അമിനോ ആസിഡുകളുടെ കൂടുതൽ പൂർണ്ണവും കാര്യക്ഷമമായ ഉറവിടം നൽകുന്നു. Plant based proteins can be a part of a balanced diet, but they require careful planning, higher intake and smart combinations to match the benefits of animal protein. സസ്യങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ളതും മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ പ്രോട്ടീൻ ഉറവിടങ്ങൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പേഴ്സണൽ ഡയറ്ററി പ്രിഫറൻസസ്, എത്തിക്കൽ കൺസിഡറേഷൻസ് ആൻഡ് ഹെൽത്ത് ഗോൾസ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ പേശികളുടെ വളർച്ചയും പ്രോട്ടീൻ കാര്യക്ഷമതയും പരമാവധിയാക്കുന്നത് നിങ്ങളുടെ മുൻഗണനയാണെങ്കിൽ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീനുകൾ സമാനതകളില്ലാത്തവയാണ്. If you found this video useful, don't forget to hit the like button and share it with others who might benefit. And if you have any thoughts or questions, drop them in the comments. I would like to hear from you. Thanks for watching, and I will see you in the next one.